സോ ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് NCERT കറക്റ്റ് അതേ വാക്കുകൾ വെച്ചിട്ടുള്ള ഡെറിവേഷൻസ് ആണ്. മോഷൻ സ്ട്രൈറ്റ് ലൈനിൽ നമുക്കറിയാം യൂണിഫോം ആക്സിലറേഷനുള്ള ബോഡീസിൻ്റെ 3 ഇക്വേഷൻസ് ഉണ്ട്. V = U + AT, S എന്ന് പറയേണ്ട, നമുക്ക് എക്സ് എന്ന് പറയാം. അങ്ങനെയാണ് NCERT കൊടുത്തിട്ടുള്ളത്. X = UT + ½ AT, V0t + ½ AT², V² = V0² + 2AX. അപ്പോൾ അങ്ങനെയൊക്കെയാണ് NCERT. നമുക്ക് ഫുൾ NCERT ബേസ്ഡ് ആയിട്ട് വേണം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നമ്മൾ NCERT കൂടുതലായി പഠിക്കുമ്പോഴൊക്കെ എൻട്രൻസിനൊക്കെ ഫോക്കസ് ചെയ്യാൻ നല്ലത്. NCERT നന്നായി മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം. അതുകൊണ്ട് NCERT നമുക്ക് നല്ലോണം വായിക്കണം. അത് ടഫായിട്ട് തോന്നാനുള്ള കാരണം നമുക്ക് NCERT ആയിട്ട് വലിയ ബന്ധമില്ലാത്തതാണ്. സോ നമുക്ക് ഈ ഡെറിവേഷനിലേക്ക് പോവാം. ഫസ്റ്റ് V = V0 + AT ആണ്. അപ്പോൾ ഇതെല്ലാം വരുന്നത് ഈ ബേസിക് ആയിട്ടുള്ള VT ഗ്രാഫിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് V = V0 + AT എന്ന് പറഞ്ഞിട്ടുള്ള ഡെറിവേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ആക്സിലറേഷൻ = ΔV/T ആണ്. സോ മൗസ് ഉപയോഗിക്കാൻ ചെറിയ പ്രശ്നമുണ്ട്. ΔV/T ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഗ്രാഫ് ഒരു ബോഡി, അത് തുടങ്ങിയപ്പോൾ V0 നമ്മൾ കൺസിഡർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന് V0 വെലോസിറ്റി ഉണ്ട്. അതായത് ഗ്രാഫ് നമ്മൾ ടൈമർ വെച്ചിട്ട് അതിനെ നോക്കാൻ തുടങ്ങുമ്പോൾ V0 വെലോസിറ്റി ഉണ്ട്. അതിനുശേഷം അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ആയിട്ട് V വരെ എത്തിയിട്ടുണ്ട്. അതിനെടുത്ത സമയം T ആണ്. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമുക്ക് ΔV എന്ന് പറയുമ്പോൾ V - V0 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് വീണ്ടും മാറ്റി എഴുതാം. A = V - V0/T ആണ് വരിക. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഈ ടീനെ അങ്ങോട്ട് കൊണ്ടുപോകണം, -V0 അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ V = V0 + AT. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് കിട്ടും. ഈ ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻസ് ഇനി ബാക്കിയുള്ള 2 ഇക്വേഷൻ നമ്മൾ ഈ ഇക്വേഷൻ്റെയും കൂടിയും ബേസിസിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇത് നമുക്ക് സുഖമായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ കഴിയും. V = V0 + AT. ഇനി നമുക്ക് ബാക്കിയുള്ള ഇക്വേഷനിലേക്ക് പോവാം. ഫസ്റ്റ് ഇത് V = V0 + AT നമുക്ക് ഇവിടെ നിന്ന് എഴുതിയിടാം. V = V0 + AT. നമുക്ക് വളരെ മെല്ലെ തന്നെ ഇത് ചെയ്ത് തുടങ്ങാം. കാരണം ഇത് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്, ഡെറിവേഷൻസിൻ്റെ ഒക്കെ ബേസിക് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് നല്ല രീതിയിൽ ചെയ്യണം. ഇത് VT ഗ്രാഫാണ്. ഇനി അടുത്ത ഇക്വേഷൻ്റെ ബേസിസ് വരുന്നത് VT ഗ്രാഫിൻ്റെ അടിയിലുള്ള ഈ ഏരിയ, അതായത് ഈ ഭാഗത്ത് V0 V എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലൈനിൻ്റെ അടിയത്തെ ഏരിയയാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് തരുന്നത്. അപ്പോൾ നമ്മൾ ബോഡി എക്സ് എന്ന് പറയുന്നത് ഇവിടെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ഒറിജിനിൽ നിന്നാണ് നമ്മുടെ ബോഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ അത് എക്സ് ഡിസ്റ്റൻസ് ആണ് ഈ ടൈം കൊണ്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക. അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സ് എന്ന് എടുത്തിട്ട് തന്നെ തുടങ്ങാം. ഒറിജിനിൽ നിന്നാണ് തുടങ്ങേണ്ടതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ മാത്രം. അത് സ്പെഷ്യലായിട്ടുള്ളൊരു പോയിൻ്റാണ്. അതിനെക്കുറിച്ചിട്ട് നമുക്ക് ബാക്കി പിന്നീട് പറയാം. അപ്പോൾ ഈ ഫസ്റ്റ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് മാത്രമേ ഉള്ളൂ. X = V0t + ½ AT² എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റേ ഇക്വേഷൻ, മൂന്നാമത്തെ ഇക്വേഷൻ ഞാൻ പിന്നീട് പറയും. അതിനുശേഷം ഈ 3 ഇക്വേഷൻ്റെയും ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് കൂടിയും പറയുന്ന ഒരു വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യും. സോ നമുക്ക് X = V0t + ½ AT² എങ്ങനെ ഇക്വേഷൻ വരുന്നത് നോക്കാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഇതിനെടുത്ത ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഏരിയ, ഈ കാണുന്ന റെക്റ്റാങ്കിളിൻ്റെയും ഈ ചതുരത്തിൻ്റെയും ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അത് ഈ ഡോട്ടഡ് ലൈൻസ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിരുന്നു. അതായത് V0 എന്ന് പറയുന്ന വെലോസിറ്റി ഉണ്ടാകുമ്പോൾ ടൈം 0 ആണ്. V എന്ന് പറഞ്ഞ വെലോസിറ്റി ഉണ്ടാകുമ്പോൾ ടൈം T ആണ്. സോ നമുക്കിതിൻ്റെ ഏരിയ കണ്ടെത്താം. ഏരിയ കണ്ടെത്താൻ അത്യാവശ്യം വലിയ പണിയൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ്
എക്സ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ബിക്കോസ് ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ദി ഒറിജിൻ. സോ എക്സ് ഈസ് ഈക്വൽ ടു ആദ്യം ഈ ചതുരത്തിൻ്റെ ഏരിയ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. V0t അതിൽ വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ ഈ ഭാഗത്തെ ഒരു ഏരിയ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചെറിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാം. അത് ഇവിടുന്ന് ഇതുവരെയുള്ള ലെങ്ത് ആണ് V, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് V0. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു മൗസ്. സോ ഇപ്പോൾ കാണുന്നുണ്ടാവും ഈ V0 എന്ന് പറയുന്നത് ഈ അടിഭാഗത്ത് നിന്ന് ഇതുവരെയുള്ള ലെങ്ത് ആണ്. V എന്ന് പറയുന്നത് ഇതുവരെയുള്ള ലെങ്ത് ആണ്. സോ നമുക്ക് V0 ഇത്ര ഭാഗത്തിൻ്റെ ലെങ്ത് ആയിട്ടാണ് ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. അത് അപ്പോൾ നമുക്ക് ഇത്രയും വലിയ ലെങ്ത് ഈ ലെങ്ത് കുറച്ച് വെച്ചാൽ ആ ഭാഗത്തെ ലെങ്ത് V മൈനസ് V0. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക വേണ്ടുള്ളൂ. പിക്ചർ അങ്ങനെ തന്നെ ഇറക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ഏരിയ പ്ലസ് മറ്റേ ഏരിയയും കൂടി കണ്ടെത്തിയാലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്താൻ കഴിയുക. സോ VT പ്ലസ് ഹാഫ് ഇൻറ്റു ഇപ്പം തന്നെ ഇക്വേഷനായി എന്ന് വിചാരിക്കേണ്ട, ഹാഫ് വന്നതുകൊണ്ട്. സോ ഹാഫ് ഇൻറ്റു V മൈനസ് V0 ഇൻറ്റു T ആണ് വരിക. കാരണം ഈ ഭാഗം V മൈനസ് V0യും അതിൻ്റെ അടിയിലത്തെ ഭാഗം Tയും ആണ്. ഇതൊക്കെ നമുക്ക് ഗ്രാഫിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. ഗ്രാഫാണ് ഫിസിക്സിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാവുന്നത് ഗ്രാഫിലൂടെയാണ്. V മൈനസ് V0 ഇൻറ്റു T. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ വീണ്ടും ഈ ഇക്വേഷനിലേക്ക് പോകണം. ഞാൻ സെലക്ട് ചെയ്യുന്ന ടൂൾ എടുത്തിട്ട് കാണിച്ചു തരാം. വീണ്ടും നമ്മൾ ഇതേ ഇക്വേഷനിലേക്ക് തന്നെയാണ് പോകേണ്ടത്. കാരണം ഇതാണ് ഇതിനൊക്കെ ഡെറൈവ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പം യൂസ് ചെയ്യുന്ന ടൂള്. അപ്പോൾ V = V0 + AT എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ നമുക്ക് ഇതിൽ നിന്ന് തന്നെ V മൈനസ് V0 അതായത് ഈ ടേമിനുള്ള സാധനം എന്താണ് ഈ ടേം കൊണ്ട് മീൻ ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ. സോ നമുക്ക് നോക്കാം. അപ്പോൾ V = V0 + AT എന്നൊന്നും കൂടി നമ്മൾ എഴുതാണ്. ജസ്റ്റ് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. നമ്മൾ ഈ V0നെ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ V മൈനസ് V0 = AT എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള V മൈനസ് V0 എന്ന് പറഞ്ഞിട്ടുള്ള ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് വേണ്ടത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ V മൈനസ് V0 എന്നുള്ളതും ഇത് ഈക്വൽ ആയതുകൊണ്ട് ഈ ATനെ ആ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. സോ ഇതൊന്നും നമുക്ക് ഇനി ആവശ്യമില്ല. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ T പോയോ, T ഇവിടെ ഇരുന്നോട്ടെ. അപ്പോൾ V മൈനസ് V0 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു വെച്ചാൽ X = V0t plus half into AT into T വരും. അപ്പോൾ T into T വന്നു വെച്ചാൽ നമ്മൾക്ക് T² എന്ന് കൊടുക്കാം. സോ നമ്മളുടെ ഇക്വേഷൻ നമ്മൾ ഫൈനലി കണ്ടുപിടിച്ചിരിക്കുകയാണ്. X = V0t plus half AT². ഇത് NCERT ഡെറിവേഷൻസിൽ V0 എന്നാണ്. സത്യം പറഞ്ഞാൽ ഏത് ലെറ്റർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ NCERT ഇതായതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് പറഞ്ഞത്. സോ നമുക്ക് ഈ ഡെറിവേഷൻ കിട്ടി. ഇനി അടുത്ത വീഡിയോ ഒത്തിരി ലെങ്തായി പോയി. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പറയാം. പക്ഷേ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ഞാൻ പറയുകയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ്റെയും ഈ X = V0t plus half AT² ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫൈനൽ വെലോസിറ്റി വേണ്ട, ഇനീഷ്യൽ വെലോസിറ്റിയും അതിൻ്റെ ആക്സിലറേഷനും ടൈമും മാത്രം മതി. ഒന്നുകൂടി പറയുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ആക്സിലറേഷൻ cannot be a variable, acceleration is a constant. അതാണ് ഈ എല്ലാ ഇക്വേഷൻ്റെയും ഒരു പ്രത്യേകത. ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മോഷൻസിന് മാത്രമേ ഇത് പറയാൻ കഴിയൂ. സോ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊരു ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി, ആക്സിലറേഷൻ ടൈം ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഒരു ബോഡി ഇത്ര വെലോസിറ്റിയിൽ തുടങ്ങി നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന പോലെയാണ് ഇക്വേഷൻസിൻ്റെ കാര്യം. ഒരു ഇത്ര വെലോസിറ്റിയിൽ തുടങ്ങി ഇത്ര ആക്സിലറേഷനിൽ ഇത്ര ടൈം പോയിച്ചാൽ എവിടെ എത്ര വെലോസിറ്റി ഉണ്ടാവും, അത് എവിടെ എത്തുമെന്ന് കണ്ടുപിടിക്കാനുള്ളതാണ് ഈ ഇക്വേഷൻ. അപ്പോൾ ഇത് വളരെ രസകരമാണ് ഈ മെക്കാനിക്സത്തെ ഈ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഇക്വേഷൻ തന്നെ വെച്ചിട്ട് ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ V² = V0² + 2AX എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ കൂടി ഡിറൈവ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.